ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 65 ശ്ലോകം 4, 5, 6, 7. കാശ്ചിന്നിജാംഗപരിഭൂഷണമാദധാനാഃ വേണുപ്രണാദമുപകർണ്യ കൃതാർത്ഥഭൂഷാഃ ത്വാമാഗതാ നനു തഥൈവ വിഭൂഷിതാഭ്യാഃ താ ഏവ സംരുരുചിരേ തവ ലോചനായ. ഹാരം നിതംബഭുവി കാചന ധാരയന്തി കാഞ്ചീം ച കണ്ഠഭുവി ദേവ സമാഗതാ ത്വാം. ഹാരി ത്വമാത്മജഘനസ്യ മുകുന്ദ തുഭ്യം വ്യക്തം ബഭാഷ ഇവ മുഗ്ധമുഖീ വിശേഷാത്. കാചിത് കുചേ പുനരസജ്ജിത കഞ്ചുളീകാ വ്യാമോഹത പരവധൂഭിരലക്ഷ്യമാണാ. ത്വാമായയൗ നിരുപമ പ്രണയാദിഭാര രാജ്യാഭിഷേകവിധയേ കലശീധരേവ. കാഞ്ചിത് ഗൃഹാത് കില നിരേതുമപാരയന്ത്യഃ ത്വാമേവ ദേവഹൃദയേ സുദൃഢം വിഭാവ്യ. ദേഹം വിധൂയ പരചിത് സുഖരൂപമേകം ത്വാമാവിശൻ പരമിമാഃ നനു ധന്യധന്യാഃ. കാശ്ചിന്നിജാംഗപരിഭൂഷണമാദധാനാഃ വേണുപ്രണാദം ഉപകർണ്യ കൃതാർത്ഥഭൂഷാഃ. കാശ്ചിന്നിജാംഗപരിഭൂഷണമാദധാനാ വേണുപ്രണാദമുപകർണ്യ കൃതാർത്ഥഭൂഷാഃ ത്വാം ആഗതാഃ നനു തഥാ ഏവ വിഭൂഷിതാഭ്യഃ താഃ ഏവ സംരുരുചിരേ തവ ലോചനായ. ത്വാമാഗതാ നനു തഥൈവ വിഭൂഷിതാഭ്യാസ്താ ഏവ സംരുരുചിരേ തവ ലോചനായ. ഹാരം നിതംബഭുവി കാചന ധാരയന്തി കാഞ്ചീം ച കണ്ഠഭുവി ദേവ സമാഗതാ ത്വാം. ഹാരിത്വം ആത്മജഘനസ്യ മുകുന്ദ തുഭ്യം വ്യക്തം ബഭാഷ ഇവ മുഗ്ധമുഖീ വിശേഷാത്. കാചിത് കുചേ പുനഃ അസജ്ജിത കഞ്ചുളീകാ വ്യാമോഹതഃ പരവധൂഭിഃ അലക്ഷ്യമാണാ. ത്വാം ആയയൗ നിരുപമപ്രണയാദിഭാരരാജ്യാഭിഷേകവിധയേ കലശീധരേവ. കാശ്ചിത് ഗൃഹാത് കില നിരേതും അപാരയന്ത്യഃ ത്വാം ഏവ നിരേതുമപാരയന്ത്യസ്ത്വാമേവ ദേവ ഹൃദയേ സുദൃഢം വിഭാവ്യ. ദേഹം വിധൂയ പരചിത് സുഖരൂപമേകം ത്വാം ആവിശൻ പരം ഇമാഃ നനു ധന്യധന്യാഃ. പദങ്ങൾ. ഹരേ കൃഷ്ണ. പോന ശ്ലോകത്തിൽ കേട്ടോം இந்த முரளிநாதன் கேட்டதும் அவாவா செய்துந்திருக்கிற வேலைகளெல்லாம் அப்படியே போட்டு ஓடியே வந்துட்டா அந்த முரளிநாதத்தை கேட்டுந்து அப்படின்னு பார்த்தோம். நீ அடுத்த ஸ்லோகத்தில் என்ன சொல்கிறான்னா, வேணு பிரணாதம் உபகர்ணிய काश्चित् निजाङ्गपरिभूषणम् आदधानाः
கிருதார்த்தபூஷாக ததாயேவ. இவ எப்படி வந்தானா, காதில் குண்டலம் போட்டுக்கணும், கழுத்தில் ஹாரம் போட்டுக்கணும், கையில் வளையல் போட்டுக்கணும், மூக்கில் மூக்குத்தி போட்டுக்கணும், അരഞ്ഞാണം പൊട്ടുക്കണം അരയിൽ, കാലിൽ പാദസ്വരം ചലങ്കൈ പൊട്ടുക്കണം. ഇതെല്ലാം അതാത് ആഭരണം അതാതിടത്തുക്കുന്നുണ്ട്. ഇവ അവസരത്തിൽ കാതിലെ പൊട്ടുക്ക വേണ്ടിയത് മൂക്കിലെ പൊട്ടുക്കറാളാം, കഴുത്തിലെ പൊട്ടുക്ക വേണ്ടിയത് ഒടിയാണമ്മ പൊട്ടുക്കറാളാം. അതൊക്കെ ചൊല്ലറ നിജാംഗ പരിഭൂഷണം. ഏതേത് അവയവങ്ങളിൽ പൊട്ടുക്കണമോ അതെല്ലാം മാറ്റി എന്നാ അവസരം വേണുഗാനം കേട്ടായാച്ച് ഭഗവാനൊക്കെ ഇരിക്കാ தெரிஞ்சதும் ഓടിയേ വരാളം. എന്നെ എപ്പടി വേണം തെരിയായിക്ക് അങ്കെല്ലാം പൊട്ടുന്നത്, ആഭരണം എല്ലാം മാറ്റി പൊട്ടുക്കറാളം, പൊട്ടുന്നത് വരാളം. നനു ത്വാം ആഗതാഹ തവലോചനായ വിഭൂഷിതാഭ്യഃ താഹ ഏവ സംരുചിരേ. ഭഗവാന്റെ എത്തിച്ചേരണങ്കര അന്ത ഒരേ ലക്ഷ്യത്തെ വെച്ചത് അവ അലങ്കാരത്തെ എല്ലാം വികൃതമാ പണിന്തു വന്ന. എപ്പടി എപ്പടി അലങ്കാരം പണിക്കണമോ അതുക്ക് ബദില ചിലവ ഒരു കണ്ണിൽ മാത്രം മൈയിട്ടെന്നിരിക്കാള, ഇന്നൊരു കണ്ണിലിട്ടുകല, ഇപ്പടിയെല്ലാം വരാള. കാചന ഹാരം നിതംബഭുവി കാഞ്ചീം കണ്ഠഭുവി ച. മുത്തുമാലയ നിതംബത്തിൽ അരയില പൊട്ടുന്നിരിക്കാളം, കണ്ഠഭുവി കഴുത്തിലെ പൊട്ടുക വേണ്ടിയത് അരയില പൊട്ടുക്കറാളം, അരയില പൊട്ടുക വേണ്ടിയത് കഴുത്തിലെ പൊട്ടുക്കറാളം. ധാരയന്തി ദേവ ത്വാം സമാഗത മുഗ്ധമുഖി ആത്മജഗനസ്യ വിശേഷാത് ഹരിത്വം മുകുന്ദ തുഭ്യം വ്യക്തം ബഭാഷൈവ. ഭഗവാനോട് കയ്യാൽ എന്നോട് കഴുത്തിൽ പിടിച്ചയച്ചാൽ രണ്ട് കയ്യും പോട്ടയച്ചാൽ അതുതാൻ എനിക്ക് ഹാരം, എനിക്ക് വേറെ ഹാരമില്ലേ അപ്പടിന്നൊരു ഗോപി ചൊല്ലണം. ഇതെല്ലാം പണ്ടത്തെ ശ്രീകൃഷ്ണനുക്ക് എത്ര വയസ്സുങ്கிறது നമ്മൾ മനസ്സിൽ தெரிஞ்சுക്കണം. കൃഷ്ണനുക്ക് ഒരു 10 വയസ്സ് 11 വയസ്സ് അത്ര തന്നെ ഇരിക്ക്. அந்த 10 വയസ്സാன കുഴന്തേട്ടിയാക്കും ഇപ്പോൾ ഇപ്പടിയെല്ലാം ഇവ വിളയാടുറാങ്கிறது നമ്മളോട് മനസ്സിലേക്ക് പോകും വേണം. കാചിത് പുനഃ വ്യാമോഹതഃ കുജേ അസഞ്ചിത കഞ്ചുളീക പരവധൂഭിः അലക്ഷ്യമാണ്. ഇന്നൊരു ഗോപി എന്നെ പണ്ടാളെന്നാ ഓടി വர അവസരത്തിൽ മേലെ മേലാക്ക് പൊട്ടുക്ക വിട്ടുവിട്ടാളാം. ദുപ്പട്ട ഉത്തരീയം പൊട്ടുക്കായ്ക്ക് അപ്പടിയെ ഓടി വന്നുവിട്ടാളാം. പരവധൂഭിः അലക്ഷ്യമാണഹ. അങ്ങനെ ഇത് പാത്ത് ആർക്കും ഒന്നും തോന്നറില്ല. എന്നാണ് ആരും ഇന്നൊരുത്ത എപ്പടി ഡ്രസ് പണിന്നിരിക്കാന്നൊന്നും അങ്ങ് പാക്കറതില്ല. അവൾക്ക് ഏക ലക്ഷ്യം ഭഗവാന്റെ എത്തണം അന്ത വീണു കേട്ടുന്നത് ഓടി വരപ്പെട്ടതാക്ക്. പിന്നെ ചില ഗോപികമാർ എന്നെ പണ്ടറാന്ന നിരുപമ പ്രണയാദിഭാര രാജ്യാഭിഷേക വിധയേ കലശീധര ഇവ ത്വാം ആയയോ. ജലകുംഭം കൊണ്ടുവന്ന് ഭഗവാനുക്ക് അഭിഷേകം പണ്ണർത്തുക വരാളോ തോന്നുന്ന നല്ല തടിച്ച ശരീരമാ ഉള്ളവാളാം. അവ നടന്ന് പറത്തെ അവളോട് കുജങ്ങൾ രണ്ടും അപ്പടി കിടന്ന് ആടുന്നതാ. അപ്പടി ഓടമുടിയാക്കി ഓടി ഓടി വരാളാം. അത്ര തന്നെ அந்த മുരളീഗാനം കേട്ടയച്ചാനാ അപ്പടിയെ എല്ലാത്തെയും വിട്ട് എന്നെ പണ്ണറം ശരീരബോധമില്ലാതേക്ക് അവ വറാങ്കറതാക്ക. അടുത്ത 7ാം ശ്ലോകത്തിൽ കാശ്ചിത് ഗൃഹാത് നിരേതും അപാരയന്ത്യഹ കില. ചില ഗോപിമാർക്ക് തന്നോട് ഗൃഹത്തിലേന്ത് വെളിയിൽ ഇറങ്ങാൻ മുടിയില്ല, വെളിയിൽ വരാൻ മുടിയില്ല. ദേവ ത്വാം ഏവ ഹൃദയേ സുദൃഢം വിഭാവ്യ. അവ എന്നെ പണ്ണാന്നാ തങ്ങളോട് அந்த ഹൃദയത്തുക്കുള്ള ഭഗവാൻ അപ്പടിയേ ദൃഢമ്മ ഉറപ്പ അപ്പടിയേ മനസ്സിൽ നനച്ചെന്താളാം. ദേഹം വിധൂയ എന്നിട്ട് അപ്പടിയേ തന്നോട് ഭൗതിക ശരീരത്തെ എന്താ ഉടമ്പ് അപ്പടിയെ ഉപേക്ഷിച്ച് ഭഗവാന്റെ ഐക്യം പ്രാപിച്ചിട്ടുള്ള പരച്ചിത്ത് സുഖരൂപം ഏകം ത്വാം ആവിശൻ നനു ഇമാഹ പരം ധന്യധന്യാഹ.
அத்விதீயனான அந்த பகவான்கிட்ட ஞானஸ்வரூபனான அந்த பகவான்கிட்ட വിലയം പ്രാപിച്ചുട്ട കൈവല്യം കിടച്ചു കൊടുത്തു. ഇവാലോ അത്യന്തം ഭാഗ്യശാലികൾ. ചിലയിടത്തിൽ എപ്പിടിന്നാ ഒരു സത്സംഗം നടക്കരുത്, നമ്മൾ പോകപ്പെട്ടവ അങ്ങ് പോയി അത് ആസ്വദിപ്പ. ചിലപ്പോൾ എന്നെ പെണ്ണു വന്നാൽ ഓ ഇങ്ങനെ ரொம்ப ചൂടാக இருக்குது, ചൂട് താങ്കവേ മുടിയല്ലേ அப்படின்னு அங்குள்ள என்னெல்லாம் நெகட்டிவ்ஸ் இருக்கோ அதெல்லாம் நினச்சி பார்ப்பா. ஆனால் வேறு சிலவாளுக்கு அங்கே வர முடிஞ்சிருக்காது அந்த சத்சங்கத்துக்கு. அப்பாவா என்ன பண்ணுவான்னா அங்கே நடக்கிறதே சத்சங்கம் நடக்கிறதே அதே மனசில் நினச்சிருந்திருக்கிறதே போக முடியாட்டாலும் இவாளுக்கு அந்த அதோடான எஃபெக்ட் ஜாஸ்தி இந்த போகாத வாழ்க்கையிருக்கும், போக முடிஞ்ச வாழையும் விட. அதே மாதிரி தான் இங்கே இந்த பகவானோடு வேணு கேட்டு வந்த வாழையும் விட இன்னும் கொஞ்சம் இது ஜாஸ்தி ആർക്കാ ഇരുന്നത് ഭാഗ്യവതികളാണ്. அந்த கோப வதுக்கள் சிலவாளுக்கு வர முடியலை அவளுக்காக்கும் அப்படின்னு சொல்லலாம். ஹரே கிருஷ்ண.